ആദ്യം ഞാൻ ഷിബു മിരാനിലേക്കാണ്. ഷിബു മിരാൻ, ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഈ UDF സർക്കാർ എടുത്തിട്ടുണ്ടോ? സ്മൃതി, ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിലവിൽ പുതുക്കിയ വഖഫ് നിയമപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് അവരെ ചുമതലപ്പെടുത്തിയ വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡിൻ്റെ ഒരു സാങ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന 4ഓളം പെറ്റീഷനുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ച സന്ദർഭത്തിൽ ഇപ്പോൾ ഈ വാർത്തകൾ വരുന്നത് എന്തോ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി വന്നു, ഞങ്ങളങ്ങ് ഉൾപ്പെടുത്തിയേക്കാം എന്ന് ഗവൺമെൻറ് പോയി പറഞ്ഞു എന്ന നിലക്കാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ നിയമപരമായ പശ്ചാത്തലം മറ്റൊന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഇപ്പോൾ ഈ പുതിയ വഖഫ് നിയമത്തെ എഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വഖഫ് ബോർഡിൽ അതിൻ്റെ മറ്റു പല വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആകെ അംഗങ്ങളുടെ എണ്ണം 11 നിലവിൽ തന്നെ ഇവർ 9 പേരെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഔക്കാഫിൻ്റെ ഒരു സെൻസസ് നടന്നിട്ട് വേണമെങ്കിൽ അതിനകത്തൊരു സുന്നി പ്രാതിനിധ്യം വരണം, ഒരു ഷിയ പ്രാതിനിധ്യം വരണം, ഒരു ബോറ പ്രാതിനിധ്യം വരണം. അപ്പം 4-5 അംഗങ്ങൾ ഇനിയും കോപ്റ്റ് ചെയ്യപ്പെടണം. പക്ഷെ ഓൾറെഡി നമുക്ക് 9 ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അത് പുതിയ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ള അധികാരപ്രകാരം നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം അനുസരിച്ച് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത് എന്ന് വെച്ചാൽ പുതിയ വഖഫ് നിയമം, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ വഖഫ് നിയമം, അത് നൽകുന്ന അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഇവർ സ്വീകരിച്ചൊരു തന്ത്രം എന്താണ്? ഇവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രം മാറ്റിവെച്ചു. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇതിനകത്ത് ഒരംഗം മുത്തവല്ലി ആയിരിക്കണം എന്നുണ്ട്. അദ്ദേഹം വഖഫ് ബോർഡ് അംഗമാകുമ്പോൾ മുത്തവല്ലികളുടെ പ്രാതിനിധ്യമായി വരുന്നത്, ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹം മുത്തവല്ലിയല്ല, സബ്സിക്വൻ്റ് ആയിട്ട് ഇപ്പോൾ മുത്തവല്ലി ആയി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമപ്രകാരം ഭേദഗതി പ്രകാരം തങ്ങൾക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ചൊരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇടത് സർക്കാർ കാണിച്ചിട്ടുള്ള ഈ പുതിയ നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ചോദിച്ചോട്ടെ, കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിൽ ലീഗിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നല്ലോ. ലീഗ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിയമം ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് അതിൽ അന്തിമ തീരുമാനമാകാതെ നിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടമല്ലേ? ഇതിനിടയിൽ സുപ്രീം കോടതി ഒരു ഇന്ററിം ഓർഡർ വന്നിരുന്നു. അവിടെയാണ് ഇതിനകത്തെല്ലാം ഒരു കെണിയൊരുക്കി വെക്കുന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാനും ആലോചിക്കാനും നേർക്ക് നേരെ ഇതിന് ലീഗിന് നേരെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇത് ചർച്ച ചെയ്യുന്ന പലരും പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചത്, ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഈ വഖഫ് ബോർഡ് അത് പുതുക്കി അമെൻഡ് ചെയ്യപ്പെട്ട വഖഫ് നിയമപ്രകാരം സംസ്ഥാന സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി പോകണം. ആ നിലയ്ക്കുള്ളതിൽ ഒന്ന് മാത്രമാണ് ഇവർ മാറ്റിവെച്ചിട്ടുള്ളത്, ബാക്കി ഒട്ടുമിക്കതും നടപ്പാക്കുകയാണ്. സംസ്ഥാനത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം, ആ നിയമം ഇത് ഈ വകുപ്പുകളൊന്നും സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ ഹൈക്കോടതിക്ക് മുൻപാകെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ മുൻനിർത്തി നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോർഡിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ ഇതിനെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വേഷം വേണമെന്ന് പറയാൻ കഴിയില്ല. സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത ഈ വ്യവസ്ഥകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് അമെൻമെന്റ് പ്രകാരം സംസ്ഥാന സർക്കാരിന് ലഭിച്ച അധികാരങ്ങൾ വഴിയാകുമ്പോൾ ഇതിനകത്ത് ഇന്ന സെക്ഷനുകൾ ഞങ്ങൾ നടപ്പാക്കാം, ഇന്നത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ഗവൺമെന്റിന് കേരള ഹൈക്കോടതിയിൽ പറയാൻ കഴിയില്ല. അത് ഇടതിൻ്റെതായാലും UDFിൻ്റെതായാലും പറയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കെ ഇത് ലീഗിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൃത്യമാണ്. ഇത് സുപ്രീം കോടതിയിൽ ഈ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ ഒന്ന് ഞങ്ങളുടേതാണ്. നിങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗമാണ്, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ. സ്വാഭാവികമായും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുമല്ലോ. നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നാക്കം പോയോ എന്ന ചോദ്യം അത് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല സ്മൃതി. ഈ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയത് ആരാണ്? ഈ പുതിയ വഖഫ് നിയമപ്രകാരം ഭേദഗതി ചെയ്ത വഖഫ് നിയമപ്രകാരമുള്ള പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനകത്ത് ആ വഖഫ് ബോർഡിലെ നിയമങ്ങൾ പലതും ഇവർ ലംഘിക്കുന്നു, ചില കാര്യങ്ങൾ പിന്നൊരിക്കലേക്ക് വെക്കുന്നു, സൗകര്യപ്രദമായ കാര്യങ്ങൾ ഇവർ നടപ്പാക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ വരുമ്പോൾ ഈ കേരളത്തിലെ UDF ഗവൺമെന്റിനെന്നല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിലും ഇപ്പൊ നിലവിലുള്ള പാസ്സാക്കപ്പെട്ട നിയമത്തിന്റെ ചില വ്യവസ്ഥകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു ഹൈക്കോടതിക്ക് മുൻപാകെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറഞ്ഞ ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിന്റെ ഇൻക്ലൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല.
അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പറയാ ഈ ഒരു കോടതിയിൽ പോയിട്ട് പിന്നെന്താണ് ഞങ്ങൾ ഇത് ഭാഗികമായി അംഗീകരിക്കാം, ശരി. ഭാഗികമായി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു പിന്നെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുൻപാകെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? അല്ലല്ലോ. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ പിന്നെ ഭേദഗതി പ്രകാരം സിദ്ധിച്ച അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത്. അത് ഭാഗികമായി അംഗീകരിക്കും, ഭാഗികമായി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് സാധ്യമല്ല. അതിനാണ് പ്രതിപക്ഷം മറുപടി പറയേണ്ടത്. പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.